അരുൺ, NDAക്ക് വളരെയധികം മുൻതൂക്കം ലഭിച്ച ഒരു പാലക്കാട് നഗരസഭ. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി BJP ഭരണം പിടിച്ച നഗരസഭയാണ്. അവിടെ ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. BJP അകത്തേത്തറ പഞ്ചായത്തിൽ 10ഉം അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിൽ 8ഉം മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്യും. എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? തീർച്ചയായിട്ടും ഇന്ന് പാലക്കാട്ടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ 10 മണിയോടുകൂടി ആരംഭിക്കും. ഞാൻ നിൽക്കുന്നത് പാലക്കാട് അകത്തേത്തറ പഞ്ചായത്താണ്. BJP ചരിത്രത്തിൽ ആദ്യമായി 38 വർഷം നീണ്ട CPMന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ പഞ്ചായത്താണ് അകത്തേത്തറ പഞ്ചായത്ത്. ആ അകത്തേത്തറ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് BJP ഇപ്പോൾ വലിയ ആഘോഷമാക്കി മാറ്റുന്നതായിട്ടാണ്. BJP മെമ്പർമാർ വാദ്യമേളങ്ങളുടെ NDAക്ക് മുൻതൂക്കം ലഭിച്ച പാലക്കാട് നഗരസഭയിലും ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. BJP ആദ്യമായി അധികാരത്തിലെത്തിയ അകത്തേത്തറ പഞ്ചായത്തിൽ 10ഉം അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിൽ 8ഉം നിയുക്ത മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്യും. പാലക്കാട്ടേക്ക് വരുമ്പോൾ ഇത്തവണ പാലക്കാട്ടെ BJPക്ക് ഇരട്ടി മധുരമാണ്. നഗരസഭയിൽ ഹാട്രിക് വിജയമാണ് BJP നേടിയത്. നഗരസഭ നിലനിർത്തുന്നതിനൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലും ശക്തമായൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇത്തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് BJPയുടെ നഗരസഭാ ഭരണത്തെ BJPയെ പാലക്കാട്ടെ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിൻ്റെ ഉദാഹരണമാണ് പാലക്കാട് ഹാട്രിക് വിജയം. പറയൂ അരുൺ. 38 വർഷം നീണ്ട CPMന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ അകത്തേത്തറ പഞ്ചായത്തിൽ വലിയ ആഘോഷമായിട്ടാണ് BJP സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കും എത്തിയിരിക്കുന്നത്. BJPയുടെ NDAയുടെ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചവാദ്യത്തിൻ്റെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിന് തൊട്ടടുത്തുള്ള ഒരു കല്യാണ മണ്ഡപത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. അവിടേക്ക് അവരെല്ലാം എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ഇവിടെ ആരംഭിക്കും. BJPക്ക് 10 മെമ്പർമാരാണ് ഈ ഒരു പഞ്ചായത്തിലുള്ളത്. ഇപ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഏതായാലും BJPയുടെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാർ, അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ചരിത്രത്തിലാദ്യമായിട്ടാണ് പാലക്കാട് 2 പഞ്ചായത്തുകളിൽ BJP അധികാരത്തിലെത്തുന്നത്. ഒന്ന് അട്ടപ്പാടി പുതൂർ പഞ്ചായത്താണ്, മറ്റൊന്ന് പാലക്കാട് നഗരസഭയുടെ തൊട്ടടുത്തുള്ള ഈ ഒരു അകത്തേത്തറ പഞ്ചായത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 38 വർഷം നീണ്ട CPMന്റെ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇവിടേക്ക് NDA അധികാരത്തിൽ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഒരുപാട് ആളുകൾ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഭാഗമാവുന്നതിന് വേണ്ടി ഈ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടെ നമുക്ക് ഈ നിമിഷം ആരായം. കൃഷ്ണകുമാർജി, എങ്ങനെയാണ് പാലക്കാട് ചരിത്രത്തിൽ ആദ്യമായി 2 പഞ്ചായത്തുകളിൽ ഇന്നിപ്പോൾ BJPയുടെ പ്രതിനിധികൾ അധികാരത്തിൽ വന്നിരിക്കുന്ന അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അകത്തേത്തറയിൽ ഭരണത്തിലെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പതിറ്റാണ്ടുകളായിട്ട് CPMന്റെ നേതൃത്വത്തിലുള്ള ഉള്ള പഞ്ചായത്തുകളാണെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതികളായി മാറുന്നത്. വർഷങ്ങളായിട്ടുള്ള വികസന മുരടിപ്പ് ഇവിടുത്തെ ജനങ്ങളിൽ വലിയ മടുപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ കാണുന്നത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും വികസന പദ്ധതികളാണ്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റം അകത്തേത്തറയിൽ വരണം എന്ന് പാലക്കാട്ടിലെ അകത്തേത്തറയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പാലക്കാട് നഗരത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണവും അവർ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം അകത്തേത്തറയ്ക്ക് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത്. അകത്തേത്തറ ഏറ്റവും മികച്ച മാതൃകാ പഞ്ചായത്തായിട്ട് 5 വർഷം കഴിയുമ്പോൾ മാറും. അതിനുള്ള വികസന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി അകത്തേത്തറയുടെ മണ്ണിൽ നടപ്പാക്കും. അതുതന്നെയാണ് BJPക്ക് NDAക്ക് പറയാനുള്ള ഒരു വാഗ്ദാനം. അതാണ് കാരണം വലിയ വികസനം പാലക്കാട് നഗരസഭയിലേതുപോലെ തന്നെ വികസനം ഈ ഒരു പഞ്ചായത്തിലും കൊണ്ടുവരുമെന്നുള്ളതാണ്. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കൂടെ ചേരുന്നുണ്ട്. അകത്തേത്തറ പാലക്കാട് നഗരസഭയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്താണ്. അവിടെയാണ് ഇന്നിപ്പോൾ ഏകദേശം 10ഓളം NDA പ്രതിനിധികൾ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണിതല്ലേ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ മുഹൂർത്തമാണ് അകത്തേത്തറ പഞ്ചായത്തിലെ ഈ വിജയമെന്ന് പറയുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ മാത്രം നിരവധി ബലിദാനികളായ ആളുകളുണ്ട് ഞങ്ങളുടെ.
ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ വലിയ രീതിയിൽ വെല്ലുവിളികളും പോരാട്ടങ്ങളും നിറഞ്ഞൊരു ഭൂമിയായിരുന്നു അകത്തേത്തറ മലമ്പുഴയുടെ പ്രദേശം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ പ്രദേശത്ത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വിയർപ്പ് ചിന്തിയവർ, രക്തം ചിന്തിയവർ, ജീവിതം തന്നെ സമർപ്പിച്ചവർ, അവരുടെ ജീവിതം ഇന്നും ഈ സംഘടനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകന്മാർ, അങ്ങനെയുള്ള ആളുകളുടെ വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും എല്ലാം ഒരു സഫലീകരണത്തിൻ്റെ ഒരു ദിനമാണ് ഇന്നെന്ന് പറയുന്നത്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഈ അകത്തേത്തറ പഞ്ചായത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാം. 38 വർഷത്തെ ഇടത് ദുർഭരണത്തിന് വിരാമമിട്ടുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഇവിടെ വരുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അകത്തേത്തറ പഞ്ചായത്തിൽ വികസനത്തിൻ്റെ ഒരു തേരോട്ടം സൃഷ്ടിക്കുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വികസന സമിതിക്ക്, ഭരണസമിതിക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഹേമാംബിക ഭഗവതിയുടെ മണ്ണിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കമിടാൻ പോവുകയാണ്. വികസനത്തിൻ്റെ പുതിയൊരു പൊൻപുലരിക്കായി ഈ അകത്തേത്തറ നിവാസികൾ കാത്തിരുന്നൊരു സുദിനമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കീഴിൽ വലിയ വികസന മുന്നേറ്റം ഈ അകത്തേത്തറ പഞ്ചായത്തിൽ ഉണ്ടാക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നഗരസഭയിലാണെങ്കിലും അകത്തേത്തറയിലാണെങ്കിലും അതല്ലെങ്കിൽ പറളിയാണെങ്കിലും ഒക്കെ BJP പറളിയിൽ ടോസ് ഇട്ട് കഴിഞ്ഞാൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അധ്യക്ഷ, ഉപാധ്യക്ഷ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? അതും എല്ലാം കൃത്യമായിട്ട് തന്നെ വളരെ മികച്ച ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരൊക്കെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു സർപ്രൈസോടുകൂടി മുന്നോട്ട് വരുന്നൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റിനെ കണ്ടെത്തിയാൽ പോലും മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഊഹിക്കാൻ പറ്റാത്ത ആളുകളെ, സർവ്വസാധാരണക്കാരായ ആളുകളെ